ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യമുണ്ടായിട്ടും നിസ്കാരത്തിലേക്കുള്ള വിളി അവഗണിക്കുന്നവർക്ക് പരലോകത്ത് അപമാനമുണ്ടാകുമെന്ന് ഖുർആൻ കടുത്ത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, വഖദ് കാനൂ യുദ്ഔന ഇലസ്സുജൂദി വഹും സാലിമൂൻ. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും, അപമാനം അവരെ മൂടും. ഇത് പരലോകത്തെ അവസ്ഥയാണ് പറയുന്നത്. എന്തുകൊണ്ട്? അവർ ആരോഗ്യവാന്മാരായിരുന്നപ്പോൾ സുജൂദ് ചെയ്യാൻ അവരെ വിളിക്കപ്പെട്ടിരുന്നു, അതായത് ബാങ്ക് കൊടുത്തിരുന്നു. അപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് അവർ അത് ചെയ്തില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതാണ് ഇവിടെ ഉദ്ദേശം. ജീവിച്ചിരുന്ന കാലത്ത് അവർ അത് ചെയ്തില്ലാത്തത് കൊണ്ട് അപമാനം അവരെ മൂടും. അപ്പം ഇത് ഖുറാനിലെ ആയത്താണ്. ബാറക്കല്ലാഹു ഫീക്കും. 68-ാം അധ്യായം സൂറത്ത് കലം 43-ാം വചനം. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ചവരാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹു. അവർ ഖുർആൻ ഇറങ്ങിയതിന് സാക്ഷികളായവരും ഖുർആനിൻ്റെ അർത്ഥങ്ങളും വിശദീകരണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ് സഹാബികൾ റളിയല്ലാഹു അൻഹു. ഏറ്റവും മഹാനായ സഹാബി പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിൻ്റെ തഫ്സീറിനെ കുറിച്ച്, നസലത് ഫി സലാത്തിർ റജുലു യസ്മഉൽ അദാനു ഫലാ യുജീബു. ബാങ്ക് കേട്ട് വിളിക്കുത്തരം നൽകാത്ത ഒരാളുടെ നിസ്കാരത്തെക്കുറിച്ചാണിത് അവതരിച്ചിരിക്കുന്നത്. അതായത് നിസ്കാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് കേട്ടിട്ട് അവൻ ഉത്തരം ചെയ്തില്ല, അവന് വേണ്ടിയാണ് ഈ ആയത്ത് അള്ളാഹു ഇറക്കിയത്. ഇത് ഇബ്നു റജബ് റഹിമഹുള്ളയുടെ ഫത്ഹുൽ ബാരിയിൽ ആണ് ഈ ഉദ്ധരണിയുള്ളത്. ഇനി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് തഫ്സീർ ബഗവിയിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. സുജൂദ് ചെയ്യാൻ അവരെ വിളിക്കപ്പെട്ടിരുന്നു എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ സഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച മഹാനായ താബി പണ്ഡിതനായ ഇബ്രാഹിം അത്തൈമി റഹിമഹുള്ള പറഞ്ഞു, അപ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ചവർ, താബീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ സഹാബാക്കളിൽ നിന്ന് പഠിച്ചവർ. അപ്പോൾ ആ താബീങ്ങളിൽപ്പെട്ട മഹാനായ പണ്ഡിതനായ ഇബ്രാഹിം അത്തൈമി റഹിമഹുള്ള ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, യാനി ഇലസ്വലാത്തിൽ മക്തൂബത്തി ബിൽ അദാനി വൽ ഇഖാമത്തി. അതായത് ബാങ്കും ഇഖാമത്തും വഴി ഫർദ് നിസ്കാരത്തിലേക്കുള്ള വിളി. ബാറക്കല്ലാഹു ഫീക്കും. സഹാബികളിൽ നിന്ന് തന്നെ നേരിട്ട് പഠിച്ച മറ്റൊരു മഹാനായ താബി പണ്ഡിതനായ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള പറഞ്ഞു, കാനു യസ്മഊന ഹയ്യ അലൽ ഫലാ യുജീബൂൻ. അവർ ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരിക എന്ന് കേട്ടിരുന്നുവെങ്കിലും അവർ ഉത്തരം ചെയ്തിരുന്നില്ല. വഹും സാലിമൂന അസിഹാവ് ഫലാ യഅ്തൂനഹു. അവർ ആരോഗ്യവാന്മാരായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ശാരീരികമായിട്ട്. അതായത് അവർക്ക് കഴിവുണ്ടായിരുന്നിട്ടും അവർ ഉത്തരം ചെയ്തില്ല. ഇനി സഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച മറ്റൊരു മഹാനായ താബി പണ്ഡിതനായ കഅബൽ അഖ്ബാർ റഹിമഹുള്ള പറഞ്ഞു, അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറയാണ്, വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, മാ നസലത് ഹാസിൽ ആയ ഇല്ല അനിൽ ലസീന യതഖല്ലിഫൂന അനിൽ ജമാഅത്ത്. അള്ളാഹു ആണ് സത്യം, ഈ ആയത്ത് ജമാഅത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ കുറിച്ചാണ് അവതീർണമായത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ബാങ്കിൻ്റെ വിളി കേട്ടാൽ നമ്മൾ
മസ്ജിദിലേക്ക് പോകണം, നിർബന്ധമാണ് പുരുഷന്മാർക്ക്. ഇനി മസ്ജിദിൽ പോയി ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, കുടുംബത്തോടെ നിസ്കരിക്കാം. വീട് കുറേ ദൂരെയാണെങ്കിൽ, അടുത്ത് മസ്ജിദൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കാം. അതേപോലെ വീട്ടിൽ സഹോദരന്മാർ വന്നാൽ, കുടുംബക്കാർ വന്നാൽ അവരുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാം. അപ്പോഴൊക്കെ ബാങ്കിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തു എന്ന് വരും. ഇനി ജമാഅത്തിൽ നിന്ന് പങ്കെടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നമുക്ക് ഈ വിളിക്ക് ജമാഅത്തിന് ഉത്തരം നൽകാൻ ഒഴിവ് കഴിവുകൾ ഉള്ളത്? ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ നമുക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിയൻ നിദാഅ ഫലം യുജിബ് ഫലാ സലാത്ത ലഹു ഇല്ലാ മിൻ ഉസ്രി. ബാങ്ക് കേട്ടിട്ടും ഉത്തരം ചെയ്യാത്തവന് ശരിയായൊരു കാരണം ഇല്ലെങ്കിൽ അവൻ്റെ നിസ്കാരമല്ല. ഇത് സുനൻ ഇബ്നു മാജയിലെ 793 ഹദീസാണ്. അപ്പോൾ ബാങ്ക് കേട്ടിട്ടും അതിന് ഉത്തരം ചെയ്തില്ല, അവൻ ജമാഅത്തിൽ പങ്കെടുത്തില്ല, അതിന് ശരിയായൊരു കാരണമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ്റെ നിസ്കാരം പൂർണ്ണമായ നിസ്കാരമല്ല. അപ്പോൾ കാരണം ഉണ്ടെങ്കിൽ ഒഴിവുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. ഹദീസുകൾ ഇവിടെ ഉദ്ധരിക്കുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഹദീസിൽ വന്ന കാരണങ്ങൾ പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് മാത്രം ഞാനിവിടെ വായിക്കാം. 1 രോഗമാണ്, 2 ഭയമാണ്, ജീവന് ഭീഷണി ഉണ്ടാകുക, ആക്രമണം ഉണ്ടാകുക എന്ന് പേടിയുണ്ടാകുക, വഴിയിൽ അപകടമുണ്ട് എന്ന് പേടിയുണ്ടാകുക. 3-മത്തേത് കാലാവസ്ഥയാണ്, മഴ പെയ്യുക, വഴിയിൽ ചെളി, അഴുക്ക് എന്നിവ ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലർക്ക് തണുപ്പ് കാറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കാം. 4-മത്തേത് നമുക്കിപ്പോൾ മലമൂത്ര വിസർജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അത് കുറേ സമയമെടുക്കുന്ന ആളുകളുണ്ടാകും പല രോഗങ്ങൾ കാരണം. 5-മത്തേത് ഭക്ഷണം തയ്യാറായി വരാം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഭക്ഷണം, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം തയ്യാറായാലും നമുക്ക് വിശപ്പില്ല, അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം? അവൻ ജമാഅത്തിന് പങ്കെടുക്കണം. പക്ഷെ വിശക്കുന്നു, ഭക്ഷണം റെഡിയായി തയ്യാറായി, അവൻ ജമാഅത്തിന് പങ്കെടുക്കേണ്ടതില്ല. മറ്റൊന്ന് വൃദ്ധന്മാർ, അവർക്ക് ബുദ്ധിമുട്ടാണ്, നടക്കാൻ കഴിയാത്തൊക്കെ അവസ്ഥ ഉണ്ടാകാം, ശാരീരിക ദൗർബല്യങ്ങളുണ്ടാകാം. പിന്നെ 7-മത്തേത് രോഗിയെ പരിപാലിക്കുന്ന ഒരു സഹോദരൻ, അത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആ രോഗിയെ ഈ സഹോദരൻ തന്നെ നോക്കേണ്ട ഒരു സാഹചര്യം വരിക. 8-മത്തേത് സ്വത്തിന് നഷ്ടപ്പെടും എന്ന ഭയം, ആ സ്വത്ത് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സാഹചര്യം വരാം. മറ്റൊന്ന് 9-മത്തേത് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന വാസന, വെളുത്തുള്ളി, ഉള്ളി പോലുള്ള ദുർഗന്ധമുള്ള ഭക്ഷണം കഴിച്ചാൽ നല്ല വാസന വരും. അപ്പോൾ ഇതൊക്കെ ഹദീസുകൾ വന്നതാണ്. അവരെന്താണ് മസ്ജിദിൽ ജമാഅത്തിന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് രോഗം കാരണമോ മറ്റോ ഭയങ്കര വാസന വരും, ദുർഗന്ധമായ വാസന വായിൽ നിന്ന് വരാം. അവരും എന്ത് ചെയ്യാൻ പാടില്ല? ജമാഅത്തിന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് ദൂരാണ്. ബാങ്ക് കേട്ടാൽ ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഇത് സാധാരണയായി മൈക്കില്ലാത്ത സ്വാഭാവിക ശബ്ദത്തിൽ ബാങ്ക് കേൾക്കുന്ന പരിധി എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പം
അവിടെ മൈക്കില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ വ്യക്തിയുടെ ശബ്ദം വ്യക്തമായി എത്തുന്ന സമീപദൂരം, ഏകദേശം നടക്കാവുന്ന, സാധാരണയായി അടുത്തുള്ള എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ദൂരം. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്ന് അധിക പേർക്കും വാഹനമുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാം, അവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ അവർക്കും മൈക്ക് ഇല്ലാത്ത അവസ്ഥയിൽ സ്വാഭാവിക ശബ്ദത്തിൽ എത്തുന്ന പരിധിയാണെങ്കിൽ അവർക്കും മസ്ജിദിലേക്ക് ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷെ വാഹനമുള്ളവർക്ക് അതിനേക്കാൾ ദൂരെ ആയാലും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അപ്പോൾ അത് അൽഹംദുലില്ലാഹ് അത് ഖൈറാണ്, നല്ലതാണ്. മൈക്ക് ശബ്ദം കേൾക്കാത്ത സ്ഥലത്ത് നിന്ന് വാഹനത്തിൽ എളുപ്പത്തിൽ നമുക്ക് മസ്ജിദിൽ പോയി വരാം. അവർക്ക് കുറച്ച് ദൂരെയാണെങ്കിലും അവർ ജമാഅത്തിന് പങ്കെടുക്കൽ നല്ലതാണ്. കാരണം 27 ഇരട്ടി പ്രതിഫലമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വക്തിലും നമുക്കത് നഷ്ടപ്പെടും. ഓരോ ദിവസവും നമുക്കത് നഷ്ടപ്പെടുമ്പം ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുക. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊന്ന്, നമ്മൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്തോ സംസാരത്തിലോ അതിൻ്റെ ഇടയിലോ മറവി സംഭവിച്ചു, അവർക്കും ഒഴിവുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇതൊക്കെയാണ് ബാങ്ക് കേട്ടാൽ ജമാഅത്തിൽ നിന്ന് ഒഴിവാകാനുള്ള കാരണങ്ങൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.